കിലോന് ഒരു 300 റേറ്റ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല വില കിട്ടുന്ന മീൻ വരാലാണ്. 500 രൂപ വരെ നമുക്ക് മത്സ്യം വിൽക്കണത് എപ്പോഴും നമ്മൾ അതിൻ്റെ സീസൺ അനുസരിച്ചായിരിക്കണം. ശരി. ട്രോളിങ് വരുന്നുണ്ട്. ഇപ്പോൾ ജൂൺ ജൂലൈ നല്ല മീനിന് ഡിമാൻഡുള്ള സമയങ്ങളാണ്. ആ സമയത്ത് വേണം നമ്മൾ കർഷകർ മീൻ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ആ സമയത്ത് മീനിന് ഡിമാൻഡാണ്. മീൻ ഡിമാൻഡ് വരുന്നത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി വേണം വളർത്താൻ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജൂണിന് മുന്നേ കിടന്നുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ആ സമയമാകുമ്പോൾ പിടിച്ചാൽ മതി. വെയിറ്റ് കൂടല്ലേ, ഇതൊരിക്കലും ലോസായി പോകണില്ലല്ലോ. 1 കിലോ ഉള്ള മീൻ 2 കിലോ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയം നോക്കി പിടിക്കും. ക്രിസ്മസ്, ഈസ്റ്റർ, അത് നല്ല നല്ല സമയങ്ങളാണ്, ഫെസ്റ്റിവൽ ടൈം. അതെ. മീനിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ള സമയമാണ്. പിന്നെ ഇപ്പോൾ മറ്റേ ട്രോളിംഗ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും മീനിൻ്റെ ഡിമാൻഡുള്ള സമയങ്ങളാണ്. അപ്പോൾ വളർത്തു മീനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഒരു വാള തന്നെ പോണത് 150 രൂപയ്ക്ക് പോവുക. 1 കിലോ 50 രൂപ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്ന സാധനം 150 രൂപയ്ക്ക് പോവുക. അതുപോലെ വരാലും അതുപോലെ എല്ലാ മീനും അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള സമയം നോക്കി കർഷകർ കൃഷി ചെയ്യുക. പിന്നെ കൃഷി ചെയ്യുന്ന സമയങ്ങളും അതിന് തീറ്റയും, അത് കൈത്തീറ്റ ഉപയോഗിച്ച് കൃഷി ചെയ്യുക. ഏത് കൃഷിയാണെങ്കിലും ലാഭകരമാക്കാൻ പറ്റും സിമ്പിളായിട്ട്. അതിന് കൊടുക്കുന്ന തീറ്റ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വരാലായ പോലും വരാലിനും കൈത്തീറ്റ കൊടുക്കുന്ന രീതിയിലുണ്ട്. നിങ്ങളുടെ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നിങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് വരാലിന് എപ്പോഴും കൈത്തീറ്റ കൊടുക്കണം. സ്റ്റാർട്ടിങ് തീറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ കൈത്തീറ്റയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഈ ഒരിക്കലും വരാൽ പെല്ലറ്റ് തിന്നുന്ന മീനല്ല, ഇവനെ പെല്ലറ്റ് തിന്നുന്ന മാറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കൈത്തീറ്റയിലേക്ക് ഇവനെ മാറ്റിയെടുക്കും. അങ്ങനെ കൈത്തീറ്റ കൊടുത്തിട്ട് വേണം ഇവനെ ട്രെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇത് ലാഭകരമാക്കുക ഏത് കൃഷിയാണെങ്കിലും.